Good morning. Okay, join ചെയ്യുന്നുള്ളൂ. എത്ര പേരായി? 23 പേരായിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ്. ചാപ്റ്റർ 5 മൊഡ്യൂൾ 4-ലെ 5ാമത്തെ ചാപ്റ്റർ എന്താണ്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചാണ് പഠിച്ചത്. ആർക്ക് കൊടുക്കുന്നത്? പേഷ്യൻസിന് അല്ലെ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, ഡയഗ്നോസിന്റെ ഭാഗമായിട്ട്, മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിപ്പിക്കാനൊക്കെ പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് ഇത് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മെഡിക്കൽ എയർ പറഞ്ഞു. ഏതായിരുന്നു അതിന്റെ കളർ കോഡ്? ഏതായിരുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെഡിക്കൽ എയർ. ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ മെഡിക്കൽ എയർ. ദെൻ അടുത്തത് പറഞ്ഞത് ഓക്സിജൻ. ഓക്സിജൻ വൈറ്റ് ആണ്. വൈറ്റ് ആണ് അതിന്റെ കളർ കോഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. COPD ആ ഒരു കണ്ടീഷൻ, സൈനോസിസ്, സ്ട്രോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ഇങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഓക്സിജൻ ഗ്യാസ് ആണ് അവിടെ പേഷ്യൻസിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ കാർബൺ ഡൈ ഓക്സൈഡ്. കളർ കോഡ് ഗ്രേ ആണ്. എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഇൻസഫലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവാസീവ് സർജറി ലൈക്ക് ഏതൊക്കെ? ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി തുടങ്ങിയ ലെസ് ഇൻവാസീവ് സർജറി. അതിന് നമ്മൾ ആ ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ അബ്ഡോമിനൊക്കെ വയറൊക്കെ വീർപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കളർ കോഡ് ഗ്രേ. നെക്സ്റ്റ് നാലാമത്തെ നമ്മൾ പറഞ്ഞത് നൈട്രജൻ ആണ്. കളർ കോഡ് ഏതായിരുന്നു? ബ്ലാക്ക്. ബ്ലാക്ക് ആണ് കളർ കോഡ്. ഏത് നോക്കിയേ? ഈസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ ആ ഇതും കൂടി ക്രയോ തെറാപ്പി എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇത് മാറിപ്പോരുത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞ ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ലാപ്രോസ്കോപ്പി, ക്രയോതെറാപ്പി. ഓക്കെ, പിന്നെ അടുത്തത് നൈട്രജൻ ബ്ലാക്ക് ആണ്. മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടിഷ്യൂസ്, സെൽസ്, ബ്ലഡ്സ് ഇതൊക്കെ നമ്മൾ ക്രയോജനറ്റിക് ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്തിനാ? ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾ. പിന്നെ അടുത്തത് നൈട്രജൻ ഗ്യാസ് ഇതിന് ഉപയോഗിക്കുന്നത് പവർ ടൂൾ ആയിട്ട് അല്ലെ. അവിടെ ഇൻസ്ട്രുമെന്റ്സ് എയർ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പവർ ടൂൾ ആയിട്ടും ഈ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. 4 ടൈപ്പ് ഗ്യാസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓരോ ഗ്യാസുകളും അതിനകത്ത് എന്തായിരുന്നു എക്സാമിന് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ, അതെ, ഒന്നില്ലെങ്കിൽ അതിന്റെ കളർ കോഡ് ചോദിക്കാം, അല്ലെങ്കിൽ കളർ കോഡ് എന്തായാലും ചോദിക്കാറുണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ. പിന്നെ നമുക്ക് ഏതെങ്കിലും ആ ഒരു ട്രീറ്റ്മെന്റ് തന്നിട്ട് അതിന് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് എന്താണ്, ആ ഒരു കണ്ടീഷനിൽ ആ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് അങ്ങനെയും ചോദിക്കാം. ഇനി നെക്സ്റ്റ് 5ാമത്തെയാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് കളർ കോഡ് ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. ഓക്കെ, നെക്സ്റ്റ് 2-3 പേജ് കഴിഞ്ഞിട്ടുണ്ട്. ടേബിൾ ആയിട്ട് തന്നെ പറയണ്ട കേട്ടോ. ഓക്സിജന്റെ വൈറ്റ് ആണ്. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രേ, നൈട്രജന്റെ ബ്ലാക്ക്, നൈട്രസ് ഓക്സൈഡിന്റെ ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ. നമുക്ക് 2 പേജ് കഴിഞ്ഞിട്ട് അപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, അവിടെ ടേബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ടേബിളിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോ തന്നെ ജസ്റ്റ് അതിന്റെ കൂടെ കളർ കോഡും പറഞ്ഞു പോകുന്നത് കേട്ടോ. കണ്ടു? ഓക്കെ, 2-3 പേജ് കഴിഞ്ഞിട്ട് ഒരു ടേബിളിൽ ഉണ്ട്. നൈട്രസ് ഓക്സൈഡ് കളർ കോഡ് ലൈറ്റ് ബ്ലൂ ആണ്. Nitrous oxide is a medical gas commonly known as laughing gas. Underline ചെയ്തിട്ടോ? Underline ചെയ്തോ ആ സെന്റൻസ്? laughing gas. അപ്പൊ അവിടെ ചോദിക്കാം, which medical gas is commonly known as laughing gas? ചിരിപ്പിക്കുന്ന വാതകം. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, മാറിപ്പോരുത്. നൈട്രജനൊക്കെ ഓപ്ഷൻ ഉണ്ടാവും. നൈട്രസ് ഓക്സൈഡ് ആണ്
ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയർ ആസ് ബോത്ത് ആസ് അനസ്തെറ്റിക് ആൻഡ് അനലജിസ്റ്റിക്. ഈ മെഡിക്കൽ ഗ്യാസ്, ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് പല സർജിക്കൽ പ്രൊസീജിയറിലും ഉപയോഗിക്കുന്നുണ്ട്. പല സർജിക്കൽ പ്രൊസീജിയറിലും എന്തായിട്ട് അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട്, അനസ്തെറ്റിക് ആയിട്ട് ആൻഡ് അനലജിസ്റ്റിക്. അനലജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? വേദന ഇല്ലാതാക്കുന്നത്, വേദന പെയിൻ കില്ലർ പോലെ വേദന ഇല്ലാതാക്കുന്ന മരുന്ന് അനലജിസ്റ്റിക്. അനസ്തെറ്റിക് ആയിട്ടും അനലജിസ്റ്റിക് ആയിട്ടും ഇത് പല സർജിക്കൽ പ്രൊസീജിയറിൽ ഈ നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. ഡാഷ് മെഡിക്കൽ ഗ്യാസ് അല്ലെങ്കിൽ ഡാഷ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയർ ആസ് ബോത്ത് ആസ് എ അനസ്തെറ്റിക് ആൻഡ് അനലജിസ്റ്റിക്. ആ സെന്റൻസ് അങ്ങനെ തന്നെ തരാം. അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാ? നൈട്രസ് ഓക്സൈഡ് ആണ്. അനലജിസ്റ്റിക് വേദന ഇല്ലാതാക്കുന്ന മരുന്ന്. കിട്ടിയല്ലോ. അതിനകത്ത് എന്തൊക്കെ നോട്ട് ചെയ്യണം? കളർ കോഡ് ലൈറ്റ് ബ്ലൂ ആണ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നു. ഇത് പല സർജിക്കൽ പ്രൊസീജിയറിലും അനസ്തെറ്റിക് ആയിട്ടും അനലജിസ്റ്റിക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? 3 പോയിന്റ്സ് നമ്മൾ അവിടെ നോട്ട് ചെയ്യണം. 2 സെന്റൻസും പിന്നെ അതിന്റെ ഒരു കളർ കോഡും കൂടി പാരഗ്രാഫിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് ആണ് വാക്വം. 6ാമത്തെയാണ് വാക്വം. കളർ കോഡ് യെല്ലോ ആണ്. വാക്വം കളർ കോഡ് യെല്ലോ. Piped medical surgical vacuum system is used for patient draining, aspiration and suction. Underline ചെയ്തിട്ടോ. Which medical gas is used for patient draining, aspiration and suction? സക്ക് ചെയ്തെടുക്കാന്ന് വെച്ചാൽ എന്താ? വലിച്ചെടുക്കുക. നമ്മൾ ഡെന്റലിലെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? നമ്മുടെ വായില് ഡെന്റലിൽ എന്തെങ്കിലും ഇതുപോലെ വല്ല സർജറി റൂട്ട് കനാലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ തുപ്പിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വായിലുള്ള അത് വലിച്ചെടുക്കാൻ സക്ക് ചെയ്ത് എടുക്കാനായിട്ട്, ആസ്പിറേഷൻ അത് നീക്കം ചെയ്യാനായിട്ട്, ഡ്രെയിനിങ് എന്ന് വെച്ചാൽ ഊറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്. അത് സക്ക് ചെയ്തെടുക്കാനാണ്. ആ ഒരു ഫ്ലൂയിഡ്സോ എന്തെങ്കിലുമൊക്കെ അത് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് വാക്വം എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ പേഷ്യന്റ് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഊറ്റിയെടുക്കുക. ആസ്പിറേഷൻ നീക്കം ചെയ്യാനായിട്ട്. ആൻഡ് സക്ഷൻ സക്ക് ചെയ്തെടുക്കുക, വലിച്ചെടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ്. This means that medical vacuum in a hospital support suction equipments. Underline ചെയ്തിട്ടോ. മെഡിക്കൽ വാക്വം ഇൻ ഹോസ്പിറ്റൽ സപ്പോർട്ട്. എന്തിനെ സപ്പോർട്ട് ചെയ്തേ? സക്ഷൻ എക്യുപ്മെന്റ്സ്. സക്ഷൻ എക്യുപ്മെന്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗ്യാസ് ആണ് വാക്വം. ഓപ്പറേഷന്റെ സമയത്ത്. ശരിയാ. മെഡിക്കൽ വാക്വം ഇൻ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്സ്. അതും അണ്ടർലൈൻ ചെയ്തിടാ. വാക്വം വിൽ വേരി അക്രോസ് ദ പൈപ്പ് ലൈൻ. വാക്വം വ്യത്യാസപ്പെടും. പൈപ്പ് ലൈനിലുടനീളം വാക്വം വ്യത്യാസപ്പെട്ടിരിക്കും. But is commonly maintained around -75 kPa. കിലോ പാസ്കൽ ആണ്. യൂണിറ്റ് ഓഫ് പ്രഷർ ആണ് കിലോ പാസ്കൽ. അറൌണ്ട് -75 കിലോ പാസ്കൽ. അതിലാണ് കോമൺ ആയിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വാക്വം വ്യത്യാസപ്പെടും. അതിന്റെ ആ പ്രഷർ വ്യത്യാസപ്പെടും. ഇത് അക്രോസ് ദ പൈപ്പ് ലൈൻ. ആ പൈപ്പ് ലൈനിലുടനീളം വാക്വം വ്യത്യാസപ്പെടും. ബട്ട് ഈസ് കോമൺലി മെയിൻറ്റെയിൻ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധാരണയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്രയാ? പ്രഷർ. യൂണിറ്റ് ഓഫ് പ്രഷർ ആണ് കിലോ പാസ്കൽ എന്ന് പറയുന്നത്. -75 കിലോ പാസ്കൽ. അപ്പൊ നമ്മൾ അതിനകത്ത് 3 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. വാക്വം, കളർ കോഡ്, യെല്ലോ. കളർ കോഡ് യെല്ലോ. പിന്നെ which medical gas is used for patient training, aspiration and suction? Vacuum. അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാസ്. മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട് സക്ഷൻ എക്യുപ്മെന്റ്. ആ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിട. 2 സെന്റൻസും അതിന്റെ കളർ കോഡും. അങ്ങനെ 3 കാര്യങ്ങൾ ആ പാരഗ്രാഫിലും വ്യക്തമാക്കി വെക്കാട്ടോ. മനസ്സിലാക്കി തന്നെ വെക്കുക അവിടെ. ഓക്കെ. നെക്സ്റ്റ് നോക്കിയേ. അടുത്തതാണ് 7ാമത്തെ കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ക്ലീനിങ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്.
ക്ലീനിങ് പർപ്പസ്. ക്ലീനിങ് പർപ്പസ്. ഇതിന്റെ കളർ കോഡ് നമുക്ക് പഠിക്കാനില്ല കേട്ടോ, തന്നിട്ടില്ല കളർ കോഡ്. കംപ്രസ്ഡ് എയർ. മെഡിക്കൽ എയർ പോലെ, അതായത് ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ക്ലീനിങ് പർപ്പസ്. ഇപ്പൊ നമ്മുടെ വാക്വം ക്ലീനർ ഒക്കെ ഇല്ലേ, ഈ പൊടിയൊക്കെ വലിച്ചെടുക്കാനായിട്ട്, അങ്ങനെ ഇതൊക്കെ ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവാണ് കംപ്രസ്ഡ് എയർ. ക്ലീനിങ് പർപ്പസ് ആണ്. Okay, compressed air is used for both the medical and non-medical purposes. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, which medical gas is used for both the medical and non-medical purposes? മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ പർപ്പസസും, ചികിത്സാ സംബന്ധമല്ലാത്ത അത് ഏതാണ് നമ്മൾ പറഞ്ഞേ? ക്ലീനിങ് പർപ്പസ്. അവിടെ വേണമെങ്കിൽ നോൺ മെഡിക്കൽ എന്നുള്ളത് അവിടെ ഒന്ന് എഴുതി വെച്ച, വേണമെങ്കിൽ ക്ലീനിങ് പർപ്പസ്. ക്ലീനിങ് പർപ്പസ് ആണ് പ്രധാനമായിട്ട്. അപ്പൊ ചികിത്സാ സംബന്ധമായിട്ട് മെഡിക്കൽ ആയിട്ടുള്ളതും നോൺ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയും ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് ഏത്? കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എയർ. ദ മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതാ? മെഡിക്കൽ യൂസും നോൺ മെഡിക്കൽ പർപ്പസും പറഞ്ഞു. മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്. മെഡിക്കൽ യൂസ് എന്തൊക്കെയാണ്? ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ. അത് നോട്ട് ചെയ്തേ. മെഡിക്കൽ പർപ്പസ് ആണ് പറഞ്ഞേക്കുന്നത്. ഏതാ? ലബോറട്ടറി വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രൊമാറ്റോഗ്രാഫി അങ്ങനെയൊക്കെ ചെയ്യുന്ന ലബോറട്ടറി വർക്കില്, ഇൻഹലേഷൻ തെറാപ്പി ശ്വസന സംബന്ധമായിട്ടുള്ള ഇത്, പിന്നെ പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രവർത്തിക്കാനൊക്കെ, അതൊക്കെ നോൺ മെഡിക്കൽ പർപ്പസ് ആണ്. ഇനി നോൺ മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോട്ട് ചെയ്തല്ലോ, എന്താണ്? ക്ലീനിങ് പർപ്പസ്. അപ്പൊ രണ്ടിനും ഉപയോഗിക്കുന്നതാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ. ആ ഫസ്റ്റ് കളർ കോഡ് ഇല്ല കേട്ടോ, അതിന് പ്രത്യേകം കളർ കോഡായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇല്ല, അതിന് കളർ കോഡ് ഇല്ല. കളർ കോഡ് അങ്ങനെ ഇല്ല. അത് നമ്മൾ വന്ന ആ പൈപ്പ് ലൈന് അതിനൊക്കെയാണ് നമ്മൾ ആ കളർ കൊടുക്കണേ. ഗ്യാസിന്റെ കളർ അല്ല. അതാ ഇതിപ്പോ ഓക്സിജൻ പോകുന്ന ആ പൈപ്പ് ലൈനില് ആ കളറായിരിക്കും. ഏത്? വൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ പൈപ്പ് ലൈൻ നോക്കുമ്പോ വൈറ്റ് കളറാണ് എങ്കിൽ അത് നമുക്ക് ഓക്സിജൻ ആണ്. അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആ പൈപ്പ് ലൈനിൽ കൂടെ പോകുന്ന ഗ്യാസ് ഏതാ? ഓക്സിജൻ ഗ്യാസ് ആണ്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാ. അല്ലെങ്കിൽ നമുക്ക് അത് ഇതിന്റെ ഉള്ളിൽ തുറന്നു നോക്കാനൊക്കെ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ നോക്കിയാലും ഏത് ഗ്യാസ് ആണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതിനാണ് ഓരോ ഗ്യാസിനും ആ കളർ കോഡുകൾ അവിടെ കൊടുത്തേക്കുന്നത്. അത് പോകുന്ന ആ പൈപ്പ് ലൈനിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ നോക്കിയറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. അത് ആ കളറുകൾ ആ വ്യത്യാസമുണ്ട്. അപ്പൊ അത് ഓരോ കളറുകളും ആ പൈപ്പ് ലൈനിന്റെ കളറുകൾ നോക്കുമ്പോൾ അത് അറിയാൻ പറ്റും നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് കണ്ടന്റ് ഏതാണ് എന്ന്. കംപ്രസ്ഡ് എയർ മെഡിക്കൽ പർപ്പസിനും നോൺ മെഡിക്കൽ പർപ്പസസിനും ഉപയോഗിക്കുന്നു. മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞ ഏതാ? ലബോറട്ടറിയിലെ ജോലികൾക്ക് ഇൻഹലേഷൻ തെറാപ്പി, പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. ഇനി നോൺ മെഡിക്കൽ പർപ്പസ് ഏതാ? ഏതാണ്? ക്ലീനിങ് പർപ്പസ്. ഓക്കെ, അപ്പൊ 7 ടൈപ്പ് ഗ്യാസുകളും നമ്മൾ കവർ ചെയ്തു. അതിനകത്ത് എന്തൊക്കെ നോട്ട് ചെയ്യണം? മെഡിക്കൽ നോൺ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? എയർ. കംപ്രസ്ഡ് എയർ ആണ് കംപ്രസ്ഡ് എയർ. പിന്നെ അതിനകത്ത് മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ചോദിക്കാം. മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി, പവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. നോൺ മെഡിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പർപ്പസ്. ഓക്കെ, ക്ലീനിങ് പർപ്പസ്. അത് അവിടെ നോൺ മെഡിക്കൽ എന്നുള്ളിടത്തൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചോ. ക്ലീനിങ് പർപ്പസ്. 7 ടൈപ്പ് ഗ്യാസുകൾ, അതിന്റെ 6 എണ്ണത്തിന്റെ കളർ കോഡ്. 6 എണ്ണത്തിന്റെ കളർ കോഡ് പഠിക്കാണ്ട് കളർ കോഡുകളും നമ്മൾ പഠിച്ചു വെച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സിസ്റ്റം കമ്പോണന്റ്സ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റ് എന്തൊക്കെയാണ് ഘടകങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ കമ്പോണന്റ്സ്, ഭാഗങ്ങള് അല്ലെങ്കിൽ അതിന്റെ ഘടകങ്ങൾ. 6 ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ സോഴ്സസ് ഓഫ് സപ്ലൈ. ഇത് സപ്ലൈ ചെയ്യാനുള്ള ഒരു സോഴ്സ്, ഒരു ഉറവിടം വേണം, സോഴ്സ്. പിന്നെ പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അത് വിതരണം ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആ സോഴ്സിൽ നിന്ന് പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കണ്ടേ? ആ ഗ്യാസ് നമുക്ക് എത്തിക്കാൻ ഏതിൽ കൂടിയാ? പൈപ്പിൽ കൂടിയാണ്, പൈപ്പ് ലൈനിൽ കൂടിയാ വന്നത് അല്ലെ?
അപ്പൊ അത് ഡിസ്ട്രിബ്യൂഷൻ വിതരണം സംവിധാനമാണ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. അതും കൂടി നോട്ട് ചെയ്തോളൂ കേട്ടോ. ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതും കൂടി നോക്കി വെക്കുക. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആരാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? പൈപ്പുകള്, പൈപ്പിംഗ് നെറ്റ്വർക്ക്, അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അടുത്തതാണ് അതിന് വാൽവ് ഉണ്ട്, വാൽവുകളുണ്ട്. ടു കൺട്രോൾ മെത്തേഡ് ആണോ, കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ വീട്ടില് നമ്മള് വാൽവ്, പിള്ളേരൊക്കെ വെള്ളത്തിലൊക്കെ കൂടുതൽ കളിച്ച് കഴിയുമ്പോ നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്തിടും അല്ലേ? വാൽവ് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്തിനാ? അത് കൺട്രോൾ ചെയ്യാൻ അല്ലേ? മോട്ടറിന്റെ, ശരിയാ, അത് കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ വാൽവുകൾ എന്തിനാ? വാൽവ് ടു കൺട്രോൾ മെത്തേഡ്. അടുത്ത് നോക്കിയേ, വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. നമുക്ക് വാൺ ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും മുന്നറിയിപ്പുകൾ തരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ലീക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ട്, അതിനെ നമ്മളെ അലേർട്ട് ആക്കാൻ അല്ലെ? വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം എന്തിനാ? ഫോർ മോണിറ്ററിങ്, മോണിറ്ററിങ് നിരീക്ഷിക്കാൻ. നമുക്കപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ വാണിംഗ് ആൻഡ് അലാറം നമുക്കൊരു എന്താ നമ്മളൊന്ന് അലർട്ട് ആക്കി വെക്കാൻ. അടുത്തതാണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റ്, ഇൻലെറ്റ് ടു സപ്ലൈ ഗ്യാസ്, ഗ്യാസ് സപ്ലൈ ചെയ്യാൻ. അത് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഔട്ട്ലെറ്റ് എന്താണ്, ഇൻലെറ്റ് എന്താണെന്ന് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും എന്തിനാ? ഗ്യാസ് സപ്ലൈ ചെയ്യാൻ, ടു സപ്ലൈ ഗ്യാസസ്. അടുത്തത്, അത് കൂടാതെ പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സെക്കൻഡറി എക്യുപ്മെന്റ്സ്. ഇതൊക്കെ പ്രൈമറി, ആദ്യം മെയിൻ ആയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ച് സെക്കൻഡറി എക്യുപ്മെന്റ്സ് ഉണ്ട്. മൊത്തം ഹോസുകള്, വയറ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഗേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതും പഠിക്കാൻ കേട്ടോ. സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വന്നത് ഏതാണ്? അപ്പൊ ഇത്രയാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. അത് പഠിച്ചു വെക്കണം. 6 എണ്ണം ഉണ്ട്. ഒരു സോഴ്സ് ഉണ്ട്, പിന്നെ അത് നമ്മുടെ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കാൻ പൈപ്പിംഗ് നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വാൽവ് ഉണ്ട്, മോണിറ്റർ ചെയ്യാൻ വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉണ്ട്, പിന്നെ അത് സപ്ലൈ, ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉണ്ട്. ദെൻ അടുത്ത് നോക്കി സെക്കൻഡറി എക്യുപ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, പേരുകൾ കിട്ടിയല്ലോ. ഇനി നോക്കിയേ, അപ്പൊ എന്തൊക്കെയാണ് കമ്പോണൻസ് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി അതിന് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ അവിടെ പഠിക്കാണ്ട്. ഫസ്റ്റത്തെയാണ് സോഴ്സസ് എന്ന് പറയുന്നത്. എന്താ സോഴ്സസ്? സോഴ്സസ് ആർ റിസർവ്സ് that generate the flow of medical gas through piping networks like the manifold system. താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്നുള്ളത്. അപ്പൊ നോക്കിയേ, സോഴ്സ് എന്ന് പറഞ്ഞ എന്താ? റിസർവ് ചെയ്യുന്നതാണ്, കരുതൽ ശേഖരം. നമുക്കിപ്പോ എന്താണ്, നമുക്ക് വീട്ടിലേക്ക് ഓരോ റൂമിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്കൊക്കെ ഉള്ള വെള്ളം വന്നു. സോഴ്സ് എവിടെന്നാ വെള്ളം വന്നേ? എവിടെയാണ് അതിന്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ? അത് വെള്ളം റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്, കരുതൽ ശേഖരം. എവിടെയാ? വെല്ല്. ഓക്കെ, കിണറിന്ന് ആ സംഭവം വെള്ളം അടിച്ച് എങ്ങോട്ടേക്കാ വെക്കുന്നേ? കിണറിന്ന് നേരെ വരികയല്ലല്ലോ, നമ്മുടെ ടാങ്ക്. ഓക്കെ, വെരി ഗുഡ്, ടാങ്ക് അല്ലെ? അപ്പൊ നമ്മൾ ടാങ്കാണ് ആ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പൈപ്പിൽ കൂടെ നമ്മുടെ ഏതാണ് നമ്മുടെ ഓരോ ഏരിയയിലേക്ക് അല്ലെ, കിച്ചണിലേക്ക്, നമ്മുടെ ഇതിലേക്ക്, വാഷിംഗ് മെഷീനിലേക്ക്, അല്ലെങ്കിൽ എല്ലാ ഇതിലേക്ക്, പൈപ്പിലേക്ക്, എല്ലാ പൈപ്പുകളിലൂടെയുമാണ് നമുക്ക് ഇത് വിതരണം ചെയ്യുന്നത്, ഈ വെള്ളത്തിന്റെ കാര്യം. ഞാനപ്പൊ ടാങ്ക് എന്ന് പറഞ്ഞ ആ സംഭവം എന്താ? സോഴ്സ് ആണ് അല്ലെ? പൈപ്പ് വഴി നമുക്ക് ആ ടാങ്കിന്ന് പൈപ്പ് വഴിയാണ് നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് എത്തുന്നത്. അപ്പൊ ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അത് കരുതി വെച്ചേ, ഒരു കരുതൽ ശേഖരം, റിസർവ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഈ മെഡിക്കൽ ഗ്യാസുകള് റിസർവ് ചെയ്തേക്കുന്നതാണ് ഏത്? സോഴ്സ് എന്ന് പറയുന്നത്. റിസർവ്സ് കണ്ടോ, RESERVES. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. Dash are reserves that generate the flow of medical gas through piping network like the manifold system. manifold സിസ്റ്റങ്ങൾ പോലുള്ള ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവുകളാണ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ സംഭവം ടാങ്ക് അവിടെ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അവിടെ നിന്ന് പൈപ്പിൽ കൂടെ വെള്ളം വരുന്നത് അല്ലേ?
അപ്പൊ അതിന്റെ ഫ്ലോ, ആ മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോ സൃഷ്ടിക്കുന്ന റിസർവ് ആണ് ഏതെന്ന് പറയുന്നത് സോഴ്സസ് എന്ന് പറഞ്ഞ ഒരു കരുതൽ ശേഖരം. അപ്പൊ ഇതെല്ലാം റിസർവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ആ സോഴ്സിൽ നിന്നാണ് ഗ്യാസുകൾ വരുന്നത്. ഓക്കെ, ആ സെന്റൻസ് അതുപോലെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡാഷ് ആർ റിസർവ് ചോദിക്കാറുണ്ട് എക്സാമിന്. ദാറ്റ് റിസർവ് തന്നെ കാണുമ്പോൾ തന്നെ ഓർക്കുക, റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന്റെ ആ ഉറവിടം, ഒരു കരുതൽ ശേഖരം, സോഴ്സസ്. ഇനി നമ്മൾ പറഞ്ഞു മാനിഫോൾഡ് സിസ്റ്റം എന്താന്ന് നോക്കിയേ. ഇറ്റ് കണ്ടെയ്ൻ ഹൈ പ്രഷർ സിലിണ്ടർ ഓൺ 2 banks. 2 വശങ്ങളുണ്ടെന്ന്. അതായത് കുറെ സിലിണ്ടറുകളില്ലേ, അത് 2 അച്ചുകളിലാക്കി നിരത്തി വെച്ചേക്കുന്നതാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സിലിണ്ടറുകളെ നമ്മൾ 2 വശങ്ങളിലായിട്ട് അടക്കി വെച്ചത്, അതായത് കുറെ സിലിണ്ടറുകൾ. is a manifold system is a device that connects the multiple of gas cylinders to the facility pipeline, that connect the multiple of cylinders. ഒന്നിലധികം സിലിണ്ടറുകളെ 2 വശങ്ങളിലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന സംവിധാനമാണ് ഇത് മാനിഫോൾഡ് സിസ്റ്റം. നിങ്ങൾ എല്ലാവരും ഫോണില് ഒന്ന് മാനിഫോൾഡ് സിസ്റ്റം ഒന്ന് ഗൂഗിളിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. അപ്പൊ അതിന്റെ പിക്ചറുകൾ കാണാം. ഓക്കെ, നോക്കോ മാനിഫോൾഡ് സിസ്റ്റം. നമ്മളിപ്പോ പറയണേക്കാളും കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആവും. ജസ്റ്റ് ഒന്ന് ഗൂഗിള്, ഇഷ്ടംപോലെ ഫോണൊക്കെ ഉപയോഗിക്കണ്ടല്ലോ, അപ്പൊ ഗൂഗിളിൽ കയറുക, മാനിഫോൾഡ് സിസ്റ്റം എന്ന് അടിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ പല ടൈപ്പ് മാനിഫോൾഡ് സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം, കുറെ സിലിണ്ടറുകളെ 2 വശങ്ങളിലാക്കി അടക്കി വെച്ചേക്കുന്നതാണ്. അതാണ് 2 banks. 2 വശങ്ങളുണ്ട്. വൺ ഈസ് ബാക്കപ്പ് ടു അനദർ. ഒന്ന് മറ്റൊന്നിലേക്ക് തിരിച്ചിരിക്കുന്നു. ഒരു വശത്തുണ്ട്, ഇപ്പുറ വശത്തുണ്ട്. അതൊന്നും അത് 2ഉം സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കണം. നോക്കിയോ, കണ്ടോ കൃഷ്ണേന്തോ മാനിഫോൾഡ് സിസ്റ്റം കണ്ടോ? സമയം വേണോ കാണാത്തവർക്ക് കാണാൻ? കണ്ടു, മനസ്സിലായില്ലേ എന്താ സംഭവം? കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ. ഓക്കെ, ഇൻസൈഡ് ദ കൺട്രോൾ പാനൽ. അതിന്റെ ഒപ്പം എന്തുണ്ട്? അതിന്റെ അരികിലായിട്ട് തന്നെ ബിസൈഡ്, അതിന്റെ കൂടെ എന്തുണ്ട്? ഒരു കൺട്രോൾ പാനൽ ഉണ്ട്. ഈസ് ഇൻസ്റ്റോൾഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റർ ഉണ്ട്, പ്രഷർ റെഗുലേറ്റർ ആൻഡ് വാർണിംഗ് ലാംപ്സ്. വാർണിംഗ് ലാംപ്സ് ഉണ്ട്. ഈ സംഭവം ഒക്കെ ഉള്ള ഒരു 2 വശങ്ങളില് സിലിണ്ടർ അടക്കി വെച്ചേക്കുന്ന സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട. ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 banks. വൺ ഈസ് ബാക്കപ്പ് ടു അനദർ. ആ സംവിധാനത്തിന് പറയുന്ന പേരെന്താ? മാനിഫോൾഡ് സിസ്റ്റം. അതിന്റെ ഒപ്പം എന്തുണ്ട്? ബിസൈഡ്സ്, അതിന്റെ അരികിലായിട്ട് എന്തുണ്ട്? ഒരു കൺട്രോൾ പാനൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റർ, പ്രഷർ റെഗുലേറ്റർ, വാർണിംഗ് ലാംപ്സ്. അതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോൾ പാനലും ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ ചോദിക്കാം, 2 വശങ്ങളിലായിട്ട് സിലിണ്ടറുകൾ ഹൈ പ്രഷറിൽ അടക്കി വെച്ചിരിക്കുന്ന സംവിധാനമാണ് മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, 2 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. സോഴ്സ് എന്താന്നുള്ളതും മാനിഫോൾഡ് സിസ്റ്റം എന്താന്നുള്ളതും. ഇനി നോക്കിയേ, രണ്ടാമത്തെയാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പുകൾ, നമ്മുടെ വീട്ടിലുള്ള പൈപ്പിന്റെ കാര്യം ഓർത്താൽ മതി. നോക്കിയേ, മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏതാ? നമ്മുടെ ഓരോ ഗ്യാസുകൾ പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കണം. ആ സോഴ്സിൽ അവിടെ ഇരുന്നാ പോരാ. ആ സോഴ്സിൽ നിന്ന് പേഷ്യന്റിന്റെ അടുത്തേക്ക് എത്തിക്കുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, വിതരണ സംവിധാനം ആരാ വിതരണം ചെയ്യുന്നത്? പൈപ്പ് ലൈൻ ആണ്. പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, distributed through pipeline distribution system. Underline ചെയ്തോ. To provide gas or vacuum at the end point of terminal units. എവിടെ വരെ എത്തണ്ടേ? end point എവിടെയാ? അവിടെ വരേക്കും, അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്സിലേക്ക് അല്ലേ ആ ഗ്യാസ് വിതരണം ചെയ്യുന്ന സംവിധാനം. അതാണ് ഇത് പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഗ്യാസോ മെഡിക്കൽ ഗ്യാസോ അല്ലെങ്കിൽ വാക്കുമോ എൻഡ് പോയിന്റിലേക്ക് എവിടെ വരികയെന്നുള്ളത് ആ എൻഡ് പോയിന്റിലേക്ക് എത്തിക്കുന്നു. The terminal units may be either wall mounted or pendant mounted. ഇനി ആ ടെർമിനൽ യൂണിറ്റ്സ് അത് അവസാനം വന്ന് നിൽക്കുന്ന സ്ഥലമില്ലേ? അവസാനം ഇപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് കറണ്ട്
ആ മെയിൻ സ്വിച്ച് അവിടെ നിന്ന് നമുക്ക് കറണ്ട് ഫ്യൂസ് അവിടെ നിന്ന് കറണ്ട് നമ്മള് റൂമിൽ ആ സ്വിച്ച് ബോർഡിലേക്ക് വരെ എത്തി നിൽക്കുകയാണ് അല്ലെ, എത്തി നിൽക്കല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ ഒന്ന് അയൺ ചെയ്യണം. നമ്മുടെ ആ പ്ലഗ് എടുത്ത് ആ സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ കുത്തുമ്പോഴാണ് അവിടെ നിന്ന് ആ അയൺ ബോക്സിലേക്ക് കറണ്ട് വരുന്നത്. അപ്പൊ ആ കറണ്ട് എവിടം വരെ എത്തി നിൽക്കണ്ട്, എവിടം വരെ എത്തി നിൽക്കണ്ട്, ആ സ്വിച്ച് ബോർഡ് വരെ കറണ്ട് എത്തി നിൽക്കണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ മിക്സി ആണോ നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത്, നമ്മൾ മിക്സിയുടെ ആ പ്ലഗ് എടുത്ത് അതിലേക്ക് ഒന്ന് കുത്തിയാൽ മതി അല്ലെ. അപ്പൊ അവിടെ വരെ കറണ്ട് വന്ന് നിൽക്കണ്ട്. ഉണ്ടോ, മനസ്സിലായോ? അപ്പൊ അത് ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകള് ഈ ഗ്യാസ് കൊണ്ടുവന്നിട്ട് എൻഡ് പോയിന്റ് അല്ലെങ്കിൽ ടെർമിനൽ യൂണിറ്റ്സ് വരെ എത്തി നിൽക്കും. അത് എവിടെയാണോ, ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ഭിത്തിയില് ഉറപ്പിച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ പെൻഡന്റ് അത് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ്. വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ് അവിടെ വരെ ഗ്യാസ് എത്തി നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇപ്പൊ പേഷ്യന്റ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഏത് എക്യുപ്മെന്റാ പ്രവർത്തിപ്പിക്കണ്ടേ അത് അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിൽ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ആ പ്ലഗ് വരെ എന്തുണ്ട്, ആ സ്വിച്ച് ബോർഡ് വരെ കറണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ആ പ്ലഗ് അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കറണ്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇത്. അപ്പൊ ടെർമിനൽ യൂണിറ്റ് അല്ലെങ്കിൽ എൻഡ് യൂണിറ്റ് വരെ ആര് വന്ന് നിൽക്കണ്ട്, ഗ്യാസ് വന്ന് നിൽക്കണ്ട്. അപ്പൊ അത് എങ്ങനെയായിരിക്കും, ഒന്നില്ലെങ്കിൽ ഭിത്തിയിലായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ലേ, പേഷ്യൻസ് ഒക്കെ നമ്മൾ കിടക്കുമ്പോൾ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെന്ന റൂമില് പേഷ്യന്റ് കിടക്കുന്ന ഒന്നിന്റെ ബെഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ ഹെഡിന്റെ ഭാഗത്തൊക്കെ ആ ഗ്യാസ് വന്ന് നിൽക്കുന്നത് ഭിത്തിയിൽ ഇങ്ങനെ അതിനകത്തുണ്ട്. ഇത് ഒരു സ്വിച്ച് ബോർഡ് പോലെ അവിടെ വരെ അതാണ് ഔട്ട്ലെറ്റ് ഇൻലെറ്റ്. അത് നമുക്ക് പഠിക്കാം. അവിടെ വരെ ആ ഗ്യാസ് വന്ന് നിൽക്കുന്നുണ്ട്. ഇനി ആ പേഷ്യന്റിന് മെഡിക്കൽ ഗ്യാസ് വേണമെങ്കിൽ ഓക്സിജൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ആ മാസ്ക് അല്ലെങ്കിൽ ഇത് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി. അവിടെ വരെ ആ ഗ്യാസ് എത്തി നിൽക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ഭിത്തിയില് വാളില് ഉറപ്പിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അത് തൂക്കിയിട്ടിരിക്കുന്ന രീതിയിലാണ്. High quality copper should be used to make the pipes. അണ്ടർലൈൻ ചെയ്തോ, ഈ പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിലെ പൈപ്പുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാ, ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പർ ആണ്. അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, കോപ്പർ ആണ്. അപ്പൊ എന്തുകൊണ്ട് ആ പൈപ്പ് ഉണ്ടാക്കിയിരുന്നത്, ഹൈ ക്വാളിറ്റി കോപ്പർ, നല്ല ക്വാളിറ്റിയിലുള്ള കോപ്പർ കൊണ്ടാണ് ആ പൈപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. ഏതാണ്, കോപ്പറാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഏത് മെറ്റലാന്ന് ചോദിക്കും അവിടെ. അലൂമിനിയം തരും, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഏതാണ്, ഏത് മെറ്റലാണ് നമ്മൾ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടാക്കാൻ, കോപ്പറാണ് കേട്ടോ, കോപ്പർ. Moreover, pipe should be protected against the physical damage and corrosion. Corrosion എന്ന് പറഞ്ഞാൽ നാശം. എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് പറ്റാതെയോ അല്ലെങ്കിൽ നാശം സംഭവിക്കാതെയോ ഒക്കെ നമ്മൾ ഈ പൈപ്പിനെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലെ, പ്രൊട്ടക്റ്റഡ്. അപ്പൊ അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയിലെ കോപ്പർ. ഇപ്പൊ പെട്ടെന്ന് തുരുമ്പൊന്നും എടുക്കുവോ, നാശം വരുമൊന്നുമില്ല. ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. പിന്നെ ആ പൈപ്പിന് എന്തും കൂടി കൊടുക്കണം, കളർ കോഡ് വേണം. അതിന്റെ ഗ്യാസ് ഏത് ഗ്യാസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയണം. അല്ലെ, കീപ്പിംഗ് വിത്ത് ദ ഗ്യാസ് കണ്ടന്റ്. അതിന്റെ ഉള്ളിൽ ആ പൈപ്പിൽ കൂടെ പോണ ഗ്യാസ് ഏതാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്തുകൂടി കൊടുക്കണം, ആ കളർ കോഡ് കൂടി കൊടുക്കണം. ആ ഗ്യാസ് കണ്ടന്റ് ഏത് ഗ്യാസ് ആണ് അതിനനുസരിച്ച് ഐഡന്റിഫൈ ഗ്യാസ്. ശരിയാ, ആ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ പൈപ്പ് കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണെന്ന് പറഞ്ഞു. അതിന് എന്ത് ചെയ്യണം, കളർ കോഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് ഉപയോഗിക്കുന്നത്, അതും അണ്ടർലൈൻ ചെയ്തിടാം. നമ്മുടെ പൈപ്പിന് നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജോ എന്തെങ്കിലും കൊറോഷൻ എന്ന് പറഞ്ഞാൽ നാശമൊക്കെ വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് കണ്ടന്റ് ഏതാണോ അതിനനുസരിച്ചുള്ള കളർ കോഡ്. ഇപ്പൊ ഓക്സിജൻ ആണെങ്കിൽ ഏതായിരിക്കും, ആ പൈപ്പിന് വൈറ്റ് കളർ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ആ പൈപ്പിൽ ഏത് വൈറ്റ് കളറാ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഏതാ അതിന്റെ ഉള്ളിൽ കൂടെ പോണ ഗ്യാസ് ഏതാ, അത് ഓക്സിജൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെയാണ് വാൽവുകള്. Valves. There are two types of valves, sod valves and service valves. Underline ചെയ്തിട്ടോ, രണ്ട് ടൈപ്പ് വാൽവുകളാണുള്ളത്, സോഡ് വാൽവുകളും സർവീസ് വാൽവുകളും. സോഡ് വാൽവ്സ് ആൻഡ്
സർവീസ് വാൽവ്. വാൽവാണ് കേട്ടോ, വാൽവ്. സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്ട് ഓഫ് ദ സിസ്റ്റം. എന്താ സോൺ വാൽവ്? എന്താണ് സോൺ വാൽവ്? ടു ഐസൊലേറ്റ് എ ലാർജ് പാർട്ട് ഓഫ് സിസ്റ്റം. ഒരു വലിയ ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്താനാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് റൂം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. എന്തെങ്കിലും റൂമിനൊക്കെ മോഡിഫിക്കേഷൻ വരുത്തോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ഗ്യാസ് നമ്മൾ അവിടെ എന്താ ആ വാൽവ് വെച്ച് ക്ലോസ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഗ്യാസ് വരും. അപ്പൊ പിന്നെ അങ്ങോട്ടേക്കുള്ള ഗ്യാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. വാൽവ് വെച്ച് ക്ലോസ് ചെയ്താൽ നമ്മൾ അങ്ങനെയല്ലേ വെള്ളം നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും പൈപ്പിൽ ഡാമേജ് വന്നു, എന്തെങ്കിലും ചെറിയ ലീക്ക് വന്നു, അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ആ വാൽവ് ക്ലോസ് ചെയ്തിടും, എന്നിട്ടാ പണിയോളൂ. അല്ലെങ്കിൽ ആ പൈപ്പിൽ കൂടെ വെള്ളം വന്നോണ്ടിരിക്കൂലേ, അപ്പൊ അങ്ങോട്ടേക്കുള്ള ആ വെള്ളത്തിന്റെ ഫ്ലോ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി വാൽവ് നമ്മൾ ക്ലോസ് ചെയ്തിടും. ഒന്നാമത് നമ്മൾ പറഞ്ഞ സോൺ വാൽവ് എന്താ? ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. നമ്മുടെ വീട്ടിലെ ഈ എന്തെങ്കിലും ഇലക്ട്രിക് എന്തെങ്കിലും ഒക്കെ ഫോൾട്ട് വരുമ്പോ നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിക്കുമ്പോ വലിയ ഇതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇലക്ട്രീഷ്യൻ വന്ന് നേരെ നമ്മുടെ ഇതിനകത്ത് സ്വിച്ച് ബോർഡൊക്കെ അഴിച്ചു പണിയോ? എന്ത് ചെയ്യും? ഇലക്ട്രീഷ്യൻ വന്നിട്ട് ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിടും അല്ലെ? അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒട്ടും കറണ്ട് ഉണ്ടാവില്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാ പണിയുന്നത് അല്ലെ? അതാണ് സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. നമ്മുടെ മെയിൻ സ്വിച്ച് പോലെ. അതായത് നമ്മുടെ വീടിന്റെ മൊത്തം എന്ത് ചെയ്തു? വീട്ടിലെ മൊത്തം എല്ലാ അടുക്കളയിലെയും ബാത്റൂമിലെയും അത് ബെഡ്റൂമിലെയും എല്ലായിടത്തെയും കറണ്ട് ഉണ്ടാവില്ല നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സോൺ വാൽവ് എന്ന് പറയുന്ന വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Zone 1 dash valve are used to isolate large part of the system. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ ഏത് വാൽവ് ഉപയോഗിക്കുന്നത്? സോൺ വാൽവ്. ദാറ്റ് ഈസ് എന്തെങ്കിലും റൂമിന് മോഡിഫിക്കേഷൻ വരുത്തോ റിപ്പയർ വരുവോ ചെയ്യുമ്പോ അങ്ങോട്ടേക്കുള്ള ആ ഗ്യാസ് ഫ്ലോ നമ്മൾ എന്ത് ചെയ്യണം? അത് വിച്ഛേദിക്കണം. അത് അങ്ങോട്ടേക്ക് ഗ്യാസിന്റെ ഫ്ലോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വാൽവ് ക്ലോസ് ചെയ്ത്. ഇനി ബിസൈഡ് സോൺ വാൽവ്സ് ആർ installed on corridors wall and should be labeled to indicate the room that they control. Salt valve corridor wall avade install ചെയ്തിട്ടുണ്ട് and should be labeled. അത് ലേബൽ ചെയ്തിട്ടുണ്ട് to indicate the room they are control. ആ റൂം അവരുടെ കൺട്രോളിലാണ്, അങ്ങോട്ടേക്കുള്ള ഇത് ഡിസ്കണക്ട് ചെയ്തേക്കാണ് എന്നുള്ളത് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. സോൺ വാൽവ് ലേബൽ ചെയ്തിട്ടുണ്ട്. Then, furthermore, the service valves are used to isolate a certain part of the system. Underline ചെയ്തോ? Dash valve are used to isolate a large part of the system. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഏതാ ഉപയോഗിക്കുന്നത്? സർവീസ് വാൽവ്. നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു ഇതുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു മുറിയിലെ ഫ്യൂസ് ഊരൂലേ? മൊത്തം കറണ്ട് കളയണ്ട, നമ്മുടെ ഒരു മുറിയിൽ ഒരു ചെറിയ കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രീഷ്യൻ വരുമ്പോ ചിലപ്പോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യൂല. എന്ത് ചെയ്യും? ആ റൂമിലാണ് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ആ റൂമില് ഫ്യൂസ് അങ്ങ് ഊരിയെടുക്കും. അപ്പൊ ആ റൂമിൽ മാത്രം കറണ്ട് ഉണ്ടാവാതിരിക്കുള്ളൂ, ബാക്കി ഭാഗത്ത് ഉണ്ടാവും അല്ലെ? അതാണ് സർവീസ് വാൽവ് എന്ന് പറഞ്ഞത്. ഒരു ചെറിയ ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്താനാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. ഫോർ ദ മോഡിഫിക്കേഷൻ ഓർ റിപ്പയർ. ഒരു ചെറിയ ഭാഗത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണോ അങ്ങനെയൊക്കെ ആണെങ്കിലാണ്. അന്നേരം നോക്കിയാൽ മൊത്തം ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ട വരൂല. ആ ചെറിയ ഭാഗത്തേക്കുള്ളത് മാത്രം നമ്മൾ ക്ലോസ് ചെയ്താൽ മതിയാവും. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ സർവീസ് വാൽവ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. Therefore, they are accessible by the clinical staff. അത് ക്ലിനിക്കൽ സ്റ്റാഫിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാം, സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അവർക്ക് തന്നെ അത് അസസ് ചെയ്യാൻ പറ്റാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അത് നമ്മൾ പഠിക്കേണ്ടത് രണ്ട് ടൈപ്പ് വാൽവുകൾ, അതിന്റെ പേര് സോൺ വാൽവ്, സർവീസ് വാൽവ്. സോൺ വാൽവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? Isolate, used to isolate large part of the system. Underline ചെയ്യാം. Then service valve are used to isolate certain part of the system. ഒരു ചെറിയൊരു ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യാൻ. ആ മൂന്ന് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തോ? പഠിച്ചോ? രണ്ട് വാൽവുകളും, സോൺ വാൽവ് വലിയ ഭാഗം, സർവീസ് വാൽവ് ചെറിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്. മാറിപ്പോരുന്നുണ്ട്. എക്സാമിന് ചോദിക്കാം. ഡാഷ് വാൽവ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് എ സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഓപ്ഷൻ സോൺ വാൽവ്, സർവീസ് വാൽവ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ,
ഒന്നും കൂടി പറയണം. ഓക്കെ, നമ്മള് വാൽവുകള് പറയാലോ, ഒന്നുകൂടി പറയാലോ. സോൺ 2 ടൈപ്പ് വാൽവുകളാണുള്ളത്. ഒന്നാമത്തെ സോൺ വാൽവ്, രണ്ടാമത്തെ സർവീസ് വാൽവ്. സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ, ഒറ്റപ്പെട്ട് നിർത്താൻ, ഒരു വലിയ ഭാഗത്തെ ഒറ്റപ്പെട്ട് നിർത്താൻ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഫ്ലോർ മൊത്തം ആ ഫ്ലോറിൽ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ഗ്യാസ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യണം. അപ്പൊ ഏത് വാൽവ് ഉപയോഗിക്കും? സോൺ വാൽവ്. ഒരു വലിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ സോൺ വാൽവ് ഉപയോഗിക്കും. ദെൻ സർവീസ് വാൽവ് എന്ന് പറഞ്ഞത് ഒരു ചെറിയ ഭാഗം. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറിലെ 202ാമത്തെ റൂമിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്ന്, അല്ലെങ്കിൽ ഗ്യാസിലെ ലീക്കോ അങ്ങനെ ആ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ വരൂല. അഞ്ച് ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് എങ്കിലും എന്തെങ്കിലും ഒരു മെയിൻ്റെനൻസ് കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഏതുപയോഗിക്കാം? സർവീസ് വാൽവ്. ഒരു ചെറിയ ഭാഗത്തെ മാത്രം ഒറ്റപ്പെട്ട് നിർത്താൻ. അതാണ് ഞാൻ ആ ഫ്യൂസിന്റെയും മെയിൻ സ്വിച്ചിന്റെയും കാര്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഓർത്തിരിക്കാലോ എന്ന് വിചാരിച്ചാ പറഞ്ഞത് കേട്ടോ. ഒരു ചെറിയ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. അപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അപ്പൊ ഫ്യൂസും മെയിൻ സ്വിച്ചും അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. സോൺ വാൽവ് എന്ന് പറഞ്ഞ മെയിൻ സ്വിച്ച് ആണ്, എല്ലാത്തിനെയും കുറെ ഭാഗത്തെ ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ. അടുത്ത സർവീസ് വാൽവ് ഒരു കുഞ്ഞു ഭാഗം മാത്രം, ചെറിയ ഭാഗത്തെ മാത്രം അങ്ങോട്ടേക്ക് ഉള്ളത് മാത്രം ഡിസ്കണക്ട് ചെയ്താൽ മതി. ഇനി അടുത്തതാണ് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. 4ാമത്തെയാണ് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. It is the function of warning and alarm system to give the information for the responsible staff about the whole plant in the case of failure detection or change requirements. ഉണ്ടോ? എന്തിനാ ഇത്? അപ്പൊ ഇന്ന് തന്നെ അറിയാലോ, വാൺ ചെയ്യാൻ, ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ, അലേർട്ട് ആക്കാൻ, അല്ലെ, ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ, അതിന് ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ. എന്തെങ്കിലും ഫെയിലിയർ അവിടെ കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് റിക്വയർമെന്റ്സ്, എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരുത്തണോ, അങ്ങനെയൊക്കെ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കാനാണ് വാണിംഗ് ആൻഡ് അലാറം സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഫെയിലിയർ കണ്ടെത്തി, അല്ലെങ്കിൽ ആ ഗ്യാസിന്റെ എന്തെങ്കിലും ലീക്കേജ് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അവരെ നമ്മൾ അറിയിക്കണം. അപ്പൊ നമുക്ക് എന്താ അലാറം സിസ്റ്റം ഉപയോഗിച്ചാൽ മതി, അല്ലെ? ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പൊ അലാറം കേൾക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫിന് മനസ്സിലാവുമല്ലോ, അയ്യോ അവിടുന്ന് അലാറം വന്നിട്ടുണ്ട്, അവിടെ എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഡിറ്റക്ട് ചെയ്തു. ആ അലാറം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാനാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ ഫസ്റ്റ് സെന്റൻസ്. To give the information for the responsible staff. അതാണ് അതിന്റെ ഫംഗ്ഷൻ. Function of warning and alarm system is to give the information to the responsible staff. ഒന്നിന്റെ മൊത്തം ഫെയിലിയർ എന്തെങ്കിലും കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ആവശ്യമായിട്ട് വരികയാണ്, അതൊക്കെ. ഇനി നോക്കി ഇതുപോലെ there are 2 main alarm system. 2 ടൈപ്പ് അലാറം ഉണ്ട്. മാസ്റ്റർ അലാറം ഉണ്ട്, ഏരിയ അലാറം ഉണ്ട്. അണ്ടർലൈൻ ചെയ്തോ 2 പേരുകള്. മാസ്റ്റർ അലാറംസ് ആൻഡ് ഏരിയ അലാറംസ്. 2 ടൈപ്പ് അലാറം ഉണ്ടെന്നാ പറഞ്ഞേ. There are 2 main alarm system. ഏതൊക്കെയാ? മാസ്റ്റർ അലാറംസ് ആൻഡ് ഏരിയ അലാറംസ്. 2 ടൈപ്പ് അലാറംസ് ഉണ്ട്. മാസ്റ്റർ അലാറം മോണിറ്റർ ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് ദ സോഴ്സ് കണ്ടീഷൻ. മെയിൻ ഗ്യാസ് ലൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനെ നമ്മൾ അറിയിക്കാനാണ് മാസ്റ്റർ അലാറം ഉപയോഗിക്കുന്നത്. മെയിൻ ഗ്യാസ് ലൈനിൽ എന്തെങ്കിലും ഫെയിലിയർ കണ്ടെത്തി, അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് കണ്ടീഷൻ, സോഴ്സ് അവിടേക്ക് എന്തെങ്കിലും ഫെയിലിയർ കണ്ടെത്തി, അപ്പൊ അവരെ അറിയിക്കണമെങ്കിൽ മാസ്റ്റർ അലാറം ഉപയോഗിക്കും. ഏരിയ അലാറം എന്തിനാ? ഫൗണ്ട് ഇൻ ദ അലാറം പാനൽ ആൻഡ് their function is to monitor the condition of specific critical care area. പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്യാനാണ് ഇത് ഏരിയ അലാറം ഉപയോഗിക്കുന്നത്. ആ പർട്ടിക്കുലർ ഏരിയയില്. ക്ലിയർ ആയോ? നോക്കിയേ, മെയിൻ ഗ്യാസ് ലൈനില് അല്ലെങ്കിൽ ആ സോഴ്സില് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ട്, അതിനെ ഇൻഫോം ചെയ്യണമെങ്കിൽ മാസ്റ്റർ അലാറം. അങ്ങനെ നോട്ട് ചെയ്തോളൂ കേട്ടോ. Dash alarm monitor the main gas line and the source condition. ഏതാ? മാസ്റ്റർ ആണത്. വലിയ ഇതുണ്ടായ മാസ്റ്റർ അലാറം.
ഏരിയ അലാറം എന്ന് പറഞ്ഞാൽ മോണിറ്റർ. ഏരിയ അലാറം ഈസ് ടു മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് സ്പെസിഫിക് ക്രിട്ടിക്കൽ കെയർ ഏരിയ. പ്രത്യേക ക്രിട്ടിക്കൽ കെയർ ഏരിയയുടെ കണ്ടോ ഏരിയ കണ്ടോ അത് ഇന്ന് തന്നെ അറിയാം. ഡാഷ് അലാറം is to monitor the condition of specific critical care area. ഏതാ അലാറം? ഏരിയ അലാറം. ഏരിയ എന്നാണ് പറയാനോ ഏരിയ അലാറം. മെയിൻ ഗ്യാസ് ലൈനിലോ സോഴ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് അറിയിക്കാനാണ് മാസ്റ്റർ അലാറം ഉണ്ട്. ഇനി ആ പ്രത്യേക ഏരിയയിൽ എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ ഏരിയ അലാറം ഉപയോഗിക്കും. ആ രണ്ട് കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. രണ്ട് അലാറം സിസ്റ്റം ഏതൊക്കെയാണ്? മാസ്റ്റർ അലാറം, ഏരിയ അലാറം, ഓരോന്നും എന്താ മോണിറ്റർ ചെയ്യുന്നതെന്നുള്ളതും. പിന്നെ ഒന്നാമത്തെ സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടണം. Dash system gives to information of the responsible staff about ആ സെന്റൻസ് അങ്ങനെ തന്നെ തരാം കേട്ടോ. അത് ഏതാണ്? വാർണിംഗ് ആൻഡ് അലാറം സിസ്റ്റം. ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് വാർണിംഗ് നമുക്കറിയാം, വാൺ ചെയ്യാൻ മുന്നറിയിപ്പ് കൊടുക്കാനായിട്ട്, അറിയുന്ന അലർട്ട് ആക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ, മെഡിക്കൽ എയർ പോലുള്ള ഈ ഗ്യാസുകള് മെഡിക്കൽ ഉപകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്തേക്കോ ഒക്കെ വിതരണം ചെയ്യുന്ന ഒരു പൈപ്പ് ലൈനിലെ കണക്ഷനാണ്. പേരിൽ നിന്ന് തന്നെ അറിയാം. ഔട്ട്ലെറ്റ്, ഔട്ട് പുറത്തേക്ക്, പേഷ്യന്റിന്റെ അടുത്തേക്ക് ഗ്യാസുകൾ, ഓക്സിജൻ, മെഡിക്കൽ എയർ തുടങ്ങിയ ഗ്യാസുകള് വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ കണക്ഷൻ പോയിന്റുകളാണ്. അപ്പൊ അതാണ് ഏത്? ഔട്ട്ലെറ്റ്, പുറത്തേക്ക് എടുക്കാൻ. ഇപ്പൊ നമുക്ക് ഓക്സിജൻ വേണം, നമ്മൾ പൈപ്പ് ലൈനിൽ അവിടെ വരെ വന്ന് എവിടെ വരെ? ഔട്ട്ലെറ്റ്. ഔട്ട്ലെറ്റിന്നാണ്, ഔട്ട്ലെറ്റ് വഴിയാണ് പുറത്തേക്ക് എടുക്കുന്നത്. എയർ പാസിംഗ് ഔട്ട്സൈഡ്. ഓക്കെ, ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. എന്താ? ഓക്സിജൻ അതൊക്കെ പേഷ്യന്റിന്റെ പുറത്തേക്ക് എടുക്കണ്ടേ? അവിടെ നിന്ന് പുറത്തേക്കല്ലേ എടുക്കണ്ടേ ഗ്യാസ്? ഔട്ട്ലെറ്റ്, ഔട്ടിലേക്ക്, പുറത്തേക്ക് എടുക്കണം. ഓക്സിജൻ, മെഡിക്കൽ എയർ പോലുള്ള ഗ്യാസ് അത് എന്തെങ്കിലും ഉപകരണങ്ങളിലേക്കോ ഇൻസ്ട്രുമെന്റ്സിലേക്കോ, ഇപ്പൊ വെന്റിലേറ്ററിലേക്ക് അല്ലെ, ഉപകരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ അടുത്തേക്കോ നേരെ പേഷ്യന്റിന്റെ ഓക്സിജൻ ഗ്യാസ് കൊടുക്കുക മാസ്ക് വഴി ഓക്സിജൻ പുറത്തേക്ക് എടുക്കുന്നത് അല്ലെ, വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലെ ഒരു കണക്ഷനാണ്, ഒരു കണക്ഷൻ പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഔട്ട്ലെറ്റ്. ഇനി എന്നാൽ ഇൻലെറ്റ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഇവിടെയുള്ള എന്താണ്? ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. മനസ്സിലായോ? ക്ലിനിക്കൽ പരിസ്ഥിതിയിലുള്ള മാലിന്യങ്ങളോ വാതകങ്ങളോ അവിടെയുള്ള എന്തെങ്കിലും ദ്രാവകങ്ങളോ ഒക്കെ നീക്കം ചെയ്യുന്നതിനായി ഒരു വാക്കം വലിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ പോയിന്റുകളാണ് ഇൻലെറ്റ്. അത് നിങ്ങൾ ആ പേരിൽ നിന്ന് തന്നെ നോക്കി വെക്കാം. ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് ഗ്യാസ് കൊടുക്കാൻ. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക്, അകത്തേക്ക്, അകത്തേക്ക് വലിച്ചെടുക്കാനായിട്ട്. എന്തെങ്കിലും ദ്രാവകങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മള് വാതകങ്ങളോ മാലിന്യമായിട്ടുള്ള വാതകങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻലെറ്റ്. നോക്കിയ സെന്റൻസ് നോക്കിയേ. ഔട്ട്ലെറ്റ് are points at which connection can be made to the medical gas piping system to supply under pressure. ഗ്യാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാ. മെഡിക്കൽ എയർ, ഓക്സിജൻ തുടങ്ങിയ ഗ്യാസ്, മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഔട്ട്ലെറ്റ്. Then ഇൻലെറ്റോ പൈപ്പ് ഇൻലെറ്റ് എന്ത് ചെയ്യുന്നു? സപ്ലൈ വാക്കം വലിച്ചെടുക്കാൻ. മലിനപ്പെട്ട വാതകങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാനാണ് ഇൻലെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഔട്ട്ലെറ്റ് എന്താ? മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുമ്പോൾ ഇൻലെറ്റ് എന്താ സപ്ലൈ ചെയ്യുന്നേ? വാക്കം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. Can be made to the medical gas piping system to supply under pressure. ഔട്ട്ലെറ്റ് മെഡിക്കൽ ഗ്യാസ് നമുക്ക് പുറത്തേക്ക് എടുക്കാണത്, പേഷ്യന്റിന് കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളിലേക്ക് അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കാണ്. ഇൻലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്കം സപ്ലൈ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും വാതകങ്ങൾ, മലിനപ്പെട്ട വാതകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ. അപ്പൊ ഔട്ട്ലെറ്റ് സപ്ലൈ മെഡിക്കൽ ഗ്യാസസ്, ഇൻലെറ്റ് സപ്ലൈ വാക്കം. അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഇനി അതുകൂടാതെ അടുത്ത് നോക്കിയ ലാസ്റ്റത്തെ ആറാമത്തെയാണ് ഏത്? സെക്കൻഡറി എക്യുപ്മെന്റ്. സെക്കൻഡറി എക്യുപ്മെന്റ് നോക്കിയേ, ഹോൾ ഹോസസ്, മൊത്തം ഹോസുകള്. ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗ്യാസ് ഫ്ലോ മീറ്റർ. ഗ്യാസ് ഫ്ലോ മീറ്ററിന് എന്താ? അളക്കാൻ ഉപയോഗിക്കുന്ന കേട്ടോ, അതായത് ഫ്ലോ റേറ്റ്, ഗ്യാസിന്റെ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യുന്നതിനാണ് ഗ്യാസ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ പൈപ്സ് ഗ്യാസ് ഫ്ലോ റേറ്റ്. പൈപ്പിലെ ഗ്യാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റർ. പിന്നെ അടുത്താണ് ഗേജ്. ഗേജ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ, അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആൻഡ് വാക്വം റെഗുലേറ്റർ ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. ഇതൊന്നും പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. മൊത്തം ഹോസുകള്, പിന്നെ ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റർ, ഇതെല്ലാം പൈപ്പ് ലൈനിന്റെ ഭാഗമല്ല. They can contribute greatly to gas and vacuum consumption. എന്നാ എന്ത് നല്ലൊരു വാക്വം കൺസംഷനില്, ഗ്യാസ് വിതരണത്തിലൊക്കെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഇവര് വഹിക്കുന്നുണ്ട്. These items should be checked frequently as a part of routine inspection procedure. അപ്പൊ നമ്മള് ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സെക്കൻഡറി എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം? റുട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട്, റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ എല്ലാം ഇത് നോക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ ഇതും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഫുൾ ആ ഒരു മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് പൈപ്പ് ലൈനിന്റെ ഭാഗമല്ല എങ്കിലും എന്താണ് ഇതുകൂടി നമ്മള് റുട്ടീൻ ഇൻസ്പെക്ഷൻ പ്രൊസീജിയറിൽ ഇതുകൂടി ചെക്ക് ചെയ്യണം. ഇതും വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനില് ഇത് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സിൽ വന്നേന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തു. മൊത്തം ഹോസുകള്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജ്, വാക്വം റെഗുലേറ്റർ, ആ 4 എണ്ണത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ സെക്കൻഡറി എക്യുപ്മെന്റ്സിന് പറഞ്ഞു. ഓക്കെ, 6 എണ്ണം നമ്മൾ പറഞ്ഞു കേട്ടോ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ. ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കണേ. ഇനി നെക്സ്റ്റ് നമ്മള് അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ടുള്ള പേഷ്യന്റിന്, അത് 3 എണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റിനുള്ള അഡ്വാൻറ്റേജ് എന്താ, ഗുണം എന്താ? പണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഓക്സിജൻ വേണമെങ്കിൽ ഓക്സിജൻ കുറ്റിയാ കൊണ്ടുവന്ന് വെക്കണേ പേഷ്യന്റിന്റെ അടുത്ത്, അല്ലെ? വലിയ കുറ്റി ഓക്സിജൻ കൊണ്ടുവന്ന് വെക്കും. പക്ഷെ ഇപ്പൊ എന്താക്കിയത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആക്കി. അതായത് എന്താണ്, അങ്ങനെ ഒരു കുറ്റിയുടെ ആവശ്യമില്ല. പേഷ്യന്റ് എവിടെയൊക്കെ എടുക്കുന്നേ, പേഷ്യന്റിന്റെ റൂമിന്റെ അടുത്ത പൈപ്പിൽ കൂടെ ഗ്യാസ് അവിടെ വരെ ഉണ്ട്, ഗ്യാസ് വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി ഇപ്പൊ. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട്, അതായത് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ആ ബെഡ് സൈഡിൽ തന്നെ ഗ്യാസ് അവിടെ കിട്ടും. അല്ലാതെ വലിയ കുറ്റി ഓക്സിജൻ കുറ്റി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് പേഷ്യന്റിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളേ നോക്കിയേ. ഫോർ പേഷ്യന്റ് എന്താണ്, പേഷ്യന്റിന് എന്താ അഡ്വാൻറ്റേജ് നോക്കിയേ? There will be no disturbing sight of oxygen cylinder at bedside. സൈഡ് എന്നാട്ടോ അത്, ബെഡ് സൈഡ്. ടെക്സ്റ്റിൽ കറക്റ്റ് അല്ലേന്ന് ഒന്ന് നോക്കിയേ. ബെഡിന്റെ ബെഡ് സൈഡ്, ബെഡിന്റെ സൈഡില് ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴുള്ള കറക്റ്റ് ആണ്. ഓക്കെ, ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോഴുള്ള ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ഉണ്ടാവില്ല. ശരിയല്ലേ? നമ്മൾ ചെല്ലുമ്പോ പേഷ്യന്റിന് ബെഡിന്റെ അടുത്ത് തന്നെ വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോ നമുക്കൊരു പേഷ്യന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മൾക്കാണെങ്കിലും എന്താണ്, ചെല്ലുന്നവർക്കാണെങ്കിലും ആ വലിയ കുറ്റി ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഒരു കാഴ്ച അത്, അല്ലെ? അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. പേഷ്യന്റിന് ആ ബെഡ് സൈഡില് വലിയൊരു കുറ്റി ഓക്സിജൻ സിലിണ്ടർ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഡിസ്റ്റർബ് ആയിട്ടുള്ള ആ ഒരു കാഴ്ച ഉണ്ടാവില്ല. There will be no disturbing sight of oxygen cylinder at the bedside. ഇനി രണ്ടാമത്തെ നോക്കിയേ, elimination of the annoying noise from the movement of the cylinder in and around the hospital. Eliminate ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക. എന്തൊഴിവാക്കാം? annoying noise. annoying noise എന്ന് പറഞ്ഞാൽ എന്താ? ശല്യപ്പെടുത്തുന്നത്, അല്ലേ? ശല്യപ്പെടുത്തുന്ന ശബ്ദം.
from the movement of the cylinder in and around the hospital. ഹോസ്പിറ്റലിന് ചുറ്റും ഹോസ്പിറ്റലിന് ചുറ്റും എന്ന് വെച്ചാൽ ഇതിന്റെ ഹോസ്പിറ്റലിന്റെ ചുറ്റും അതുപോലെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലും ആ സിലിണ്ടർ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ആ ശല്യപ്പെടുത്തുന്ന ശബ്ദം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ ഗ്യാസ് കുറ്റി വരുമ്പോ നിങ്ങക്ക് ദൂരേന്ന് അറിയാൻ പറ്റൂലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടും തട്ടും ഒക്കെ ചെയ്യുമ്പോഴും ഉരുട്ടും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചയല്ലേ അല്ലെ? അപ്പൊ നമുക്ക് ഈ ഇങ്ങനെ ഓക്സിജൻ കുറ്റിയൊക്കെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ ഉള്ള ആ ശല്യപ്പെടുത്തുന്ന അനോയിങ് നോയിസ്, ശല്യപ്പെടുത്തുന്ന ശബ്ദം ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ മൂന്നാമത്തെ, ദ പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയ ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടേഴ്സ്. കണ്ടോ, ഇനി അടുത്തത് നമ്മുടെ ഇതൊക്കെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈൽ ഏരിയ ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആ സ്റ്റെറിലൈസ് ചെയ്ത ആ സ്റ്റെറൈൽ ഏരിയ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഫ്രം കണ്ടാമിനേഷൻ, കണ്ടാമിനേഷനിൽ നിന്ന്, ഡ്യൂ ടു ദ യൂസ് ആൻഡ് സിലിണ്ടർ. ഇപ്പൊ നല്ല സ്റ്റെറൈൽ വൃത്തിയായിട്ടുള്ള ഏരിയ അതിൽ കൂടെ സിലിണ്ടർ ഉരുട്ടിക്കൊണ്ട് പോകുമ്പോ ഒക്കെ ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സിലിണ്ടർ, സിലിണ്ടറിന്റെ ഉപയോഗവും അതുപോലെ തന്നെ മൂവ്മെന്റും ഒക്കെ ഉണ്ടാകുന്ന അങ്ങനെ കണ്ടാമിനേഷൻ ആകാതെ ആ സ്റ്റെറൈൽ ഏരിയയിൽ സംരക്ഷിക്കാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ്. ഓക്കെ, മലിനമാകാതെ. ഓക്കെ, നമ്മൾ ആ വൃത്തിയായി നിങ്ങളെ വീട്ടില് തുടക്കുകയൊക്കെ ചെയ്യുമ്പോ ആരെങ്കിലും അതിങ്ങനെ കയറി ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? നിങ്ങൾ തുടച്ചോണ്ടിരിക്കാതെ ഉണങ്ങാതെ കയറി ചവിട്ടി കഴിഞ്ഞാൽ ഇല്ല അല്ലെ. അതായത് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കണെയാണ് അതിൽ ആരെങ്കിലും ഒക്കെ കയറി ചവിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെളിയാവും. അപ്പൊ അതുപോലെ നല്ല സ്റ്റെറിലൈസ് ചെയ്ത ഏരിയ, അപ്പൊ അതിൽ കൂടെ നമ്മള് ഈ സിലിണ്ടർ കൊണ്ടുപോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ ആകാതെ അതിനെ സംരക്ഷിക്കാൻ പറ്റും. ആ സ്റ്റെറൈൽ ഏരിയ അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയേ, കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. കോൺസ്റ്റന്റ്, സ്ഥിരമായ ക്ലീൻ സപ്ലൈ, ക്ലീൻ ആയിട്ടുള്ള വിതരണം ആവശ്യമുള്ള ലൊക്കേഷനിലേക്ക് അല്ലെ. സ്ഥിരം അത് തീർന്നു പോകുന്നില്ല, അതെപ്പോഴും അങ്ങനെ ഇതായിട്ടിരിക്കും. നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ്, ഇപ്പൊ ഒരു ഓക്സിജൻ കുറ്റിയാണെങ്കിൽ കൊണ്ടുവച്ച് അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റി വേറെ വെക്കാനൊക്കെ ഉള്ള ഒരു സമയം വേണം അവിടെ. ഇത് അങ്ങനെയില്ല. കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ സ്ഥിരമായ ക്ലീൻ സപ്ലൈ, ക്ലീൻ ആയിട്ടുള്ള വിതരണം അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ, ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ കെയർ സിസ്റ്റം കൊണ്ട് പേഷ്യന്റിനുള്ള അഡ്വാൻറ്റേജ്. ഒന്ന് വായിച്ചു നോക്കിയ 4 പോയിന്റ്സും 4 പോയിന്റ്സ് ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ? നോക്കിയേ, 4 പോയിന്റ്സ് ഓക്കെ ആണോ നോക്കിയേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലൊക്കെ നോക്കാം. ഭയങ്കര തൊണ്ടവേദന, ലാസ്റ്റ് ഈ വീക്കെൻഡ് എന്ന് പറയില്ലേ, വെള്ളിയാഴ്ച ദിവസം ആവുമ്പോഴത്തേക്കും ഭയങ്കര തൊണ്ടവേദനയായിരിക്കും. ഈ ക്ലാസ് ഇങ്ങനെ നമ്മളിങ്ങനെ തിങ്കളാഴ്ച കുഴപ്പമുണ്ടാവില്ല, പിന്നെ സാറ്റർഡേ സൺഡേ ഒക്കെ റെസ്റ്റ് അല്ലേ. ഇത് ഫുള്ള് ഇങ്ങനെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇരിക്കല്ലേ, 1 മണിക്കൂർ വായ അടയ്ക്കണില്ലല്ലോ, വായ ഇങ്ങനെ തുറന്നില്ല പിന്നെ അടയ്ക്കാനുള്ള അതിന്റെ ക്ലാസ് ചെയ്യുന്നവരേക്കും. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അതിനൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ 4 പോയിന്റ്സും? ഓക്കെ, മഞ്ഞൊക്കെ ഉണ്ടോ നിങ്ങളുടെ അവിടെ? നല്ല മഞ്ഞല്ലേ 2 ദിവസമായിട്ട്? അതിന്റെ ഒരു മഞ്ഞിന്റെ കൂടി ഒരു അസ്വസ്ഥതയില്ല തൊണ്ടയ്ക്കൊക്കെ ആണെങ്കിലും. ഇപ്പൊ പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പനിയായിരുന്നു എന്ന്. അവരുടെ പനിയൊക്കെ മാറി ഇനി പനി വരാനാണോ എന്ന് അറിയില്ല. ഭയങ്കര തൊണ്ടവേദന രാവിലെ ഈ ഗ്രൂപ്പുകളിലൊക്കെ വായിക്കൊണ്ട്. നല്ല തണുപ്പുണ്ടല്ലേ? രാവിലെ ഇരിക്കുമ്പോ നല്ല മഞ്ഞല്ലേ, പിറ്റടിക്കാനൊക്കെ നടക്കുമ്പോഴൊക്കെ മഞ്ഞും ക്ലാസ്സിന്റെ സ്ട്രെയിനും. വെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഉള്ളൂ കേട്ടോ, അതുപോലെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാം. വെള്ളിയാഴ്ച വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാന്ന് പറയും നമ്മള്. ക്ലൈമറ്റ് വേറെ ഭയങ്കര ഇതല്ലേ. ഓക്കെ, മോൾക്ക് ചിക്കൻ ബോക്സ് വന്നു നസീമ. അതിപ്പോ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈം ആണ്. സൂക്ഷിക്കണം. പിള്ളേരെയൊക്കെ ആണെങ്കിലേ നമ്മളെ പൊടിയും ഇതൊക്കെ അല്ലേ, വേനൽ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു അസുഖമൊക്കെ വന്നിട്ടൊക്കെ പിള്ളേരോടൊക്കെ നല്ല കുളിപ്പിച്ച് ഒക്കെ അവരോടൊക്കെ കുറച്ച് നമ്മള് സൂക്ഷിക്കുക.
അധികം. പിന്നെ ഇപ്പൊ മാസ്ക് ഒന്നും വെക്കില്ല അല്ലെ, ആ കൊറോണയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും പിന്നെ മാസ്കുകളൊന്നും ആരും ഉപയോഗിക്കില്ല. അന്നേരം തന്നെ മടിയായിരുന്നു പിള്ളേർക്കൊക്കെ വെക്കാൻ. ഇവിടെ നിന്നൊക്കെ വെച്ച് കൊടുത്തു വിടും. സ്കൂളിലൊക്കെ ചെല്ലുമ്പോ അവരൊക്കെ അത് മാറ്റി അല്ലെ, ആ സത്യം പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ അവൾക്ക് പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്കൂളിലെ എക്സിബിഷനൊക്കെയാ, അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു. ഇത് ജിയോ ബോക്സ് ആവും, പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ളതാട്ടോ. അതിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാന്ന് പരിചയപ്പെടുത്തണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്നലേക്ക് ഇരുന്ന് കുറച്ചൊക്കെ പഠിച്ചൊക്കെ പോയിട്ടുണ്ട്. ക്ലാസ്സിലാണ് 6th, മോള് 6th, മോൻ 9th. ഈ അടുത്ത് വന്ന ഒരു വെല്ലുവിളിയാണ് 10th മോനെ ഇത്തിരി പഠിക്കാനായിട്ട് പഠിക്കും. പക്ഷെ ഞാൻ എപ്പോഴും വേണം അവന് അല്ലെ. നിങ്ങൾക്കറിയാലോ ആൺപിള്ളേരോട് വരൊക്കെ അമ്മമാരെപ്പോഴും അവർക്കുള്ള ഒരു ഇത് വേണം. പെൺപിള്ളേര് പിന്നെ കുറച്ചും കൂടി ഒരു ഇതാണ്, അടുത്തിരിക്കണം, അതാണ് പ്രശ്നം. അല്ലാതെ അവര് പഠിക്കില്ല. ആൺപിള്ളേരെ എപ്പോഴും അങ്ങനെയല്ലേ, അവര് കുറച്ചു നേരമൊക്കെ വായിക്കുള്ളൂ. കുറേ കിടന്ന് ഒച്ചയൊക്കെ എടുക്കുമ്പോ പഠിക്കുന്നൊക്കെ പറയുമ്പോ വന്നിരുന്ന് വായിക്കുന്നുള്ളൂ. മോളെന്നാ അതിന് ഭേദാന്ന് തോന്നുന്നേ, അവള് പിന്നെ കുറെയൊക്കെ തന്നെ ഇരുന്ന് വായിക്കും. ഒരു ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ പേഷ്യൻസിന് കഴിഞ്ഞില്ലേ 4 പോയിന്റ്സ്. ഇനി മോന് ട്യൂഷൻ ഉണ്ട്, മോളെ ഇല്ല. മോനിപ്പോ കഴിഞ്ഞ കൊല്ലം തുടങ്ങിയ, കഴിഞ്ഞല്ല ഈ കൊല്ലം തുടങ്ങി. അവരേക്കും തന്നെ ഇരിക്കാറ്. ഇപ്പൊ 9th 10th ഒക്കെയാണ്, നമ്മള് തന്നെ എടുക്കാതെ പറ്റില്ല. അവരത്രയും അങ്ങോട്ട് ഫോളോ ചെയ്ത് പോയില്ല. മോള് പിന്നെ ഇരിക്കുകയും ചെയ്തോളും, പ്രശ്നമില്ല. പിന്നെ ഇതിലെടുത്ത് അത്രയും ഓക്കെ ആണല്ലോ അല്ലേ. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. ഇവിടുന്ന് തുടങ്ങി തീരുമോ? 4 പോയിന്റ്സ് ഉള്ളൂ, കുഞ്ഞതാണെന്ന് അതുകൂടി നമുക്ക് വേഗം ഒന്ന് പറഞ്ഞു നിർത്താം. ഫോർ ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഇനി ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കൊണ്ട് ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നോക്കി. ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ് കേട്ടോ, ടെക്സ്റ്റിൽ അങ്ങനെയല്ലേ നോക്കി. സ്റ്റാഫ് STAF സ്റ്റാഫ് അല്ല, അതെ സ്റ്റാഫാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാ അഡ്വാൻറ്റേജ് നോക്കിയേ. സ്വിഫ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്, ലൈക് ടാപ്പില് ഗ്യാസിന്റെ പെട്ടെന്നുള്ള ലഭ്യത. അതാണ് എപ്പോ വേണം അപ്പൊ ആ ഗ്യാസ് അവിടെ അവൈലബിൾ ആയിരിക്കും, അതാണ് സ്വിഫ്റ്റ് അവൈലബിലിറ്റി. സ്റ്റേറ്റ് എന്നാണ്, സ്റ്റാഫ് എന്നാണ് കേട്ടോ, ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്നാണ്. ഹോസ്പിറ്റൽ സ്റ്റാഫിന് എന്തൊക്കെയാ അഡ്വാൻറ്റേജ്? അവർക്ക് എപ്പോഴാണ് ആ ഗ്യാസിന്റെ ആവശ്യം വരുന്നത്, അത് സ്വിഫ്റ്റ് അവൈലബിലിറ്റി, പെട്ടെന്നുള്ള ലഭ്യത. ഓൺ ഓഫ് ഗ്യാസ് ഓൺ ടാപ്സ്, ആ ടാപ്സില് ആ പൈപ്പില് അവിടെ ഗ്യാസിന്റെ പെട്ടെന്നുള്ള അവൈലബിലിറ്റി. എപ്പോഴാ വേണ്ടേ അത് ഓക്കെ അവിടെ ഉണ്ട്, അല്ലാതെ അത് ഓക്സിജൻ കുറ്റിയൊന്നും എടുത്തുകൊണ്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അടുത്ത് നോക്കിയേ, ക്ലീൻ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. ക്ലീൻ ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, ഡിപ്പെൻഡബിൾ എന്ന് വെച്ചാൽ വിശ്വസനീയമായിട്ടുള്ള ഗ്യാസിന്റെ വിതരണം. ക്ലീൻ സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ ഡെലിവറി ഓഫ് ഗ്യാസസ്. അടുത്ത നോക്കിയ മൂന്നാമത്തെ എന്താ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വെയറെവർ നീഡഡ്. ഗ്യാസസ് എന്നാണ്, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വെയറെവർ നീഡഡ്. എവിടെയാണോ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഗ്യാസുകളുടെ റെഗുലർ ഫ്ലോ, റെഗുലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഗ്യാസസ് വെനെവർ ആൻഡ് വെയറെവർ നീഡഡ്. എവിടെയാണ് ആവശ്യം, എപ്പോഴാണ് ആവശ്യം, അവിടെ കണ്ടിന്യൂസ് ഫ്ലോ, ഗ്യാസിന്റെ കണ്ടിന്യൂസ് ഫ്ലോ. അടുത്ത് നോക്കിയേ, മിനിമൽ ആക്സിഡന്റ് റിസ്ക് ഡ്യൂ ടു മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടേഴ്സ്. നോക്കിയേ, മിനിമൽ ആക്സിഡന്റൽ റിസ്ക്, ആക്സിഡന്റൽ റിസ്ക് കുറയ്ക്കാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഡ്യൂ ടു ദ മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ തെറ്റായ കൈമാറ്റം, ഹാൻഡ്ലിംഗ്, മിസ്ഹാൻഡ്ലിംഗ് ഓഫ് സിലിണ്ടർ, സിലിണ്ടേഴ്സ് തെറ്റായി കൈകാര്യം ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. മിനിമൈസ് ദ ആക്സിഡന്റൽ റിസ്ക്, അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറയ്ക്കാൻ പറ്റും. വെച്ചാൽ നേരെ പൈപ്പ് ലൈനിൽ ആ ഗ്യാസ് അവൈലബിൾ ആണ്, അപ്പൊ പിന്നെ സിലിണ്ടർ ഇങ്ങനെ കൊണ്ട് എടുക്കൊന്നും വേണ്ട. അപ്പൊ അതിപ്പോ നമ്മള് ഉരുട്ടിക്കൊണ്ട് പോകും, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരാം. അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളെ മിനിമൈസ് ചെയ്യാനും പറ്റും.
അത് 4 ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള അഡ്വാൻറ്റേജ്. ഒന്നാമത്തെ എന്താണ്? സ്വിഫ്റ്റ് അവൈലബിലിറ്റി, അല്ലെ? ഗ്യാസിന്റെ പെട്ടെന്നുള്ള ലഭ്യത, ടാപ്പുകളില് ഗ്യാസിന്റെ പെട്ടെന്നുള്ള ലഭ്യത. പിന്നെ ക്ലീൻ, സേഫ് ആൻഡ് ഡിപ്പെൻഡബിൾ, വിശ്വസനീയമായ ഗ്യാസിന്റെ വിതരണം. തീർന്നു പോകുന്നു അല്ലെ അങ്ങനെയൊന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള, സുരക്ഷിതമായിട്ടുള്ള, വിശ്വസനീയമായിട്ടുള്ള ഗ്യാസിന്റെ ഡെലിവറി. പിന്നെ അടുത്ത് നോക്കിയേ, റെഗുലർ ഫ്ലോ ഓഫ് ഗ്യാസസ്, കണ്ടിന്യൂസ് ഫ്ലോ. എവിടെയാണോ എപ്പോഴാണോ ഗ്യാസ് ആവശ്യം ആ ഗ്യാസിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ. പിന്നെ അടുത്തത് ഈ സിലിണ്ടറിന്റെ തെറ്റായ കൈകാര്യം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെ മിനിമൈസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ താങ്ക് യു. ഇനി ഇപ്പോ നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. താങ്ക് യു.